കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവെ, അങ്ങേ ഞങ്ങളുടെ ഇടയനായി സ്വീകരിക്കുവാനുള്ള വലിയ ആഹ്വാനം നൽകുന്ന ആ വചനത്തെ ഓർത്ത്, ഈ പ്രഭാതത്തിൽ ആ വചനം നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 34-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. എസെക്കിയേൽ 34-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവത്തിൻ്റെ വചനം ഇടയനെ കർത്താവ് എന്ന ഇടയൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മുടെ കൂടെ വസിക്കുമ്പോൾ, നമ്മെ നയിക്കുമ്പോൾ, നാം വീണു പോകുമ്പോൾ, നാം വഴിതെറ്റിപ്പോകുമ്പോൾ, നാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് മുറിവേൽക്കുമ്പോൾ, നാം തളർന്നു വീഴുമ്പോൾ, നമ്മുടെ ശക്തിയും നമ്മുടെ ബലവുമെല്ലാം ഉള്ള സമയത്തും നമുക്ക് സംരക്ഷകനായി, നമ്മെ കണ്ടെത്തുന്നവനായി, സ്വന്തം ജീവൻ ആടുകൾക്ക് വേണ്ടി നൽകുന്ന ആ ഇടയൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനും നമ്മ ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടയൻ കർത്താവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ഞങ്ങളുടെ സ്വീകരിക്കുവാൻ വലിയ കൃപ നൽകണമേ. ഞങ്ങളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തട്ടെ. കർത്താവേ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയനായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇടയനായ അങ്ങാണോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപേ സഞ്ചരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്, ഞങ്ങൾക്ക് സംരക്ഷകനായി കൂടെ വസിക്കുന്നത്, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നത്, ഞങ്ങൾ തളരുമ്പോൾ, ഓടിത്തളരുമ്പോൾ, നടന്ന് അവശരാകുമ്പോൾ, ജീവിതത്തിലെ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാകുന്നത്, തണലാകുന്നത് കർത്താവ് എന്ന ഇടയനാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷവേളകളിൽ, ഞങ്ങളുടെ ശക്തിയുള്ള വേളകളിൽ, ഞങ്ങൾക്ക് എല്ലാം കൃത്യമായി നടക്കുന്ന സമയങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ജീവിത വേളകളിലും ഞങ്ങൾക്കൊപ്പം സംരക്ഷകനായി കൂടെ വസിക്കുന്ന കർത്താവ് എന്ന ഇടയനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് അങ്ങേ കർത്താവെന്ന ഇടയനെ സ്വീകരിക്കുക വഴി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവിൻ്റെ കരസ്പർശം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് പ്രവർത്തിക്കുക നീതിപൂർവമാണല്ലോ, എല്ലാവരോടും നീതിപൂർവം അങ്ങ് പ്രവർത്തിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം നൽകണമേ. കർത്താവേ, കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ എഴുതി ചേർത്ത് കർത്താവെന്ന ഇടയനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്വീകരിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. ഈശോയെ, കർത്താവേ, അങ്ങേ ഞങ്ങളിടയനായി സ്വീകരിക്കാതെ പോയതുകൊണ്ടാണല്ലോ ഞങ്ങൾ വീണുപോയി, ഞങ്ങൾക്ക് മുറിവേറ്റപ്പോൾ, ഞങ്ങൾക്ക് വെച്ചുകെട്ടാൻ, ഞങ്ങളെ സൗഖ്യം നൽകാൻ, ഞങ്ങളെ പരിപാലിക്കാൻ, ഞങ്ങൾ നഷ്ടമായപ്പോൾ, ഞങ്ങൾക്ക് വഴി തെറ്റിയപ്പോൾ, ഞങ്ങളുടെ വഴി
കൃത്യമായി ഞങ്ങളെ വഴി നടത്താൻ അങ്ങ് കൂടെയുണ്ട്. അങ്ങ് അടുത്തുണ്ടെങ്കിലും ഞങ്ങളങ്ങേ സ്വീകരിക്കാത്തതുകൊണ്ട്, അങ്ങേ കർത്താവെന്ന ഇടയനെ ഞങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പരാജിതരായല്ലോ. ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ഞങ്ങൾക്ക് നഷ്ടമായല്ലോ. കർത്താവേ, അങ്ങേ ഇടയനായി സ്വീകരിച്ച് ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനം 100 മേനി ഫലം നൽകാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ട ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായകനായ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുവേ, അങ്ങേ ഞങ്ങളുടെ ഇടയനായി സ്വീകരിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ മാത്രം ഇടയനായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും മറ്റു പല മേഖലകളെയും മറ്റു പല വ്യക്തികളെയും ഞങ്ങളുടെ ഇടയനായി സ്വീകരിച്ചു പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾ പരാജിതരാകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങളാണല്ലോ. ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഇടയൻ. കർത്താവായ ഈശോയെ, അങ്ങ് മാത്രമേ ഞങ്ങളുടെ ഇടയൻ. കർത്താവ് എന്ന ഇടയനെ സ്വീകരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ, കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവേ, അങ്ങേ ഞങ്ങൾ ഇടയനായി സ്വീകരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ഇടയനായി സ്വീകരിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ശബരിയാരി സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങേ ഇടയനായി സ്വീകരിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ, നന്ദി. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. ഗ്ലോറി ടു ജീസസ്.